ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വൻ വിദേശ നിക്ഷേപം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC ആണ് നിക്ഷേപം നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSC സ്വന്തമാക്കും. MSCയുടെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വിഴിഞ്ഞം തുറമുഖത്തിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസക്കാല സമാശ്വാസം നൽകുന്നതിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം. ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടോ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിൽ ഭരണപക്ഷ പ്രതിഷേധം. ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി അനാവശ്യ വ്യാഖ്യാനം നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കി. ഗുരുതരമായ വീഴ്ചയാണ് പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടായതെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ക്രമക്കേട് ഉണ്ടായപ്പോൾ കേന്ദ്രം കാര്യക്ഷമമായി ഇടപെട്ടു എന്ന ഭേദഗതി ഉൾപ്പെടുത്തണമെന്ന് BJP അംഗം P. മുരളീധരൻ. JEE, NEET, CUET പരീക്ഷകളിലും പരിശീലനത്തിലും നിർണായകമായ പരിഷ്കാരം കൊണ്ടുവരാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ നീക്കം. കോച്ചിംഗ് സെന്ററുകൾക്കായി ദേശീയ നിയമം കൊണ്ടുവരും. കോച്ചിംഗ് സെന്ററുകൾ, അധ്യാപക യോഗ്യത, വിജയനിരക്ക് എന്നിവ വെളിപ്പെടുത്തണമെന്ന് നിയമത്തിൽ വ്യക്തമാക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 മണിക്കൂർ വരെ കോച്ചിംഗ് പരിധി നിശ്ചയിക്കും. 12ാം ക്ലാസ്സിന് ശേഷം മാത്രം തീവ്ര കോച്ചിംഗ് നൽകാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും പരിധിയിൽ വരും. മാസപ്പടി കേസിൽ കരുതലോടെ നീങ്ങാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൂടുതൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ EDയുടെ നീക്കം. വീണ വിജയൻ, ശരൺ എസ് കർത്ത എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനാണ് ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ BJP കൗൺസിലർമാർക്കെതിരെ കേസ്. നടപടി കോൺഗ്രസ് വനിതാ കൗൺസിലർമാർ നൽകിയ പരാതിയിൽ BJP കൗൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, പാപ്പനംകോട് സജി, വയൽക്കട രതീഷ് എന്നിവർക്കെതിരെയാണ് കേസ്. UDF കൗൺസിലർമാർക്കെതിരെയും പരാതി നൽകുമെന്ന് BJP. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥിനെ നിയമിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ പരാതി. ശേഷാദ്രിനാഥിന് BJP ബന്ധമെന്ന ആരോപണവുമായി KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് രംഗത്ത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് പരാതി നൽകി നിയാസ്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയത്. കേസ് പരിഗണിച്ച അഡീഷണൽ സെഷൻസ് ജഡ്ജ് അവധിയായതിനാലാണ് കേസ് മാറ്റിവെച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. തട്ടിപ്പിൽ പങ്കില്ലെന്ന് ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ മൊഴി. സംഭാവന കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് വിശ്വാസവഞ്ചന ഉണ്ടായെന്നും ചമ്പത് റായി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അസമിൽ വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കനത്ത മഴയിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞു ഒഴുകി. 6 ജില്ലകളിൽ വെള്ളപ്പൊക്കവും കനത്ത നാശനഷ്ടവും സംഭവിച്ചു. ഡൽഹിയിൽ പുതിയ ഇലക്ട്രിക് വാഹന നയം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വായുമലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നയത്തിലൂടെ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾ പൂർണ്ണമായും ഇലക്ട്രിക് ആക്കുന്നതിനുള്ള കർശന നിയമങ്ങളും പുതിയ നയത്തിൽ ഉണ്ട്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.